നമസ്കാരം. പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെതിരെ പി.വി. അൻവർ എം.എൽ.എ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കൂടുതൽ പേർ ഉദ്യോഗസ്ഥനെതിരെ രംഗത്തെത്തുകയാണ്. പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും അതിന് വിസമ്മതിച്ചാൽ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുമെന്നുമായിരുന്നു ഒരു ആരോപണം. മറ്റൊന്ന്, പോലീസുകാരന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തറിയാതിരിക്കാൻ മാറ്റി എന്നാണ്. എടവണ്ണയിൽ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നു. ശ്രീകുമാർ മരിക്കുന്നതിന് തലേന്ന് പോലീസ് സേനയിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന സുഹൃത്തായ എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു. എടവണ്ണ സ്വദേശിയായ ശ്രീകുമാർ 2021 ജൂൺ 10-നാണ് ആത്മഹത്യ ചെയ്തത്. പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിക്കാറുണ്ടായിരുന്നുവെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു. അത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും ബുദ്ധിമുട്ടിച്ചുവെന്നും മുൻ SP സുജിത് ദാസാണ് ബുദ്ധിമുട്ടിച്ചതെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത അന്ന് ശ്രീകുമാറിന്റെ പുസ്തകത്തിൽ നിന്ന് ചില പേപ്പർ പോലീസ് കീറിക്കൊണ്ടുപോയി. ആത്മഹത്യക്കുറിപ്പാണ് പോലീസ് കീറിക്കൊണ്ടുപോയതെന്ന് കരുതുന്നു. ജീവിതത്തിൽ താൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ഡയറിയിൽ എഴുതി വെക്കുമെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു. സേനയിൽ നിന്നും SP-യിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും നാസർ പറഞ്ഞു. മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ച് കഴിഞ്ഞ ശേഷമാണ് വീടിന് അപകട ഭീഷണിയുണ്ടെന്ന് കാണിച്ചുള്ള പരാതി പോലീസ് എഴുതി വാങ്ങിയതെന്ന് അയൽവാസിയായ ഫരീദ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മരം മുറിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സുജിത് ദാസ് SP-ക്ക് മുമ്പ് അബ്ദുൽ കരീം SP-യുടെ കാലത്താണ് മരം മുറിച്ചതെന്ന് പറയണമെന്നും പോലീസ് പറഞ്ഞതായി ഫരീദ പറഞ്ഞു. അതിനിടെ സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൊതുപ്രവർത്തകൻ KM ബഷീറും രംഗത്ത് വന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ച് സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണെന്നും പിടിച്ചെടുത്ത സ്വർണം നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണെന്നും KM ബഷീർ ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് നേരിട്ട് ഇടപെടാൻ പാടില്ലെന്നും പോലീസ് സ്വർണം പിടിച്ചാൽ അത് കസ്റ്റംസിന് കൈമാറണമെന്നുമാണ് നിയമം. ഈ നിയമത്തിനെതിരായിട്ടാണ് സുജിത് ദാസിന്റെ പ്രവർത്തനം. പിടിച്ചെടുക്കുന്ന സ്വർണം കൊണ്ടോട്ടിയിലുള്ള ഉണ്ണി എന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് ഉരുക്കിക്കുന്നത്. 1 കിലോ സ്വർണ്ണമാണ് പിടിച്ചതെങ്കിൽ അത് ഉരുക്കി കോടതിയിൽ കെട്ടിവെക്കുമ്പോൾ 250 ഗ്രാമോളം സ്വർണ്ണത്തിന്റെ കുറവുണ്ടാകുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ സുജിത് ദാസിന് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രവീൺ കുമാർ എന്ന കസ്റ്റംസ് സൂപ്രണ്ട് സുജിത് ദാസിന്റെ സംഘത്തിന്റെ ഭാഗമാണെന്നും KM ബഷീർ ആരോപിച്ചു. IPS നേടുന്നതിന് മുമ്പ് സുജിത് ദാസ് കസ്റ്റംസിലുണ്ടായിരുന്നു. അന്നു മുതൽ ഇരുവരും തമ്മിൽ ബന്ധമുണ്ട്. അനീഷ് എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും നേരത്തെ കരിപ്പൂരിൽ SHO ആയിരുന്ന ഇപ്പോഴത്തെ DYSP ഷിബുവും ഈ സംഘത്തിന്റെ ഭാഗമാണെന്നും KM ബഷീർ ആരോപിച്ചു. പത്തനംതിട്ടയിലായിരുന്നതുകൊണ്ട് സുജിത് ദാസാണ് ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചിരുന്നതെന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സുജിത് ദാസിന്റെ നിർദ്ദേശമനുസരിച്ച് പിടികൂടിയിരുന്നത് കൊണ്ടോട്ടി DYSP ഷിബു ആയിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ദുബായിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് A-B-C വിഭാഗങ്ങളുണ്ട്. നേരത്തെ രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ച സംഭവത്തിൽ ഇതിലെ B ഗ്രൂപ്പിന് ബന്ധമുണ്ട്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് സുജിത് വാഗ്ദാനം നൽകിയതോടെ A-C ടീമുകൾ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിവരങ്ങൾ സുജിത്തിന് കൈമാറി തുടങ്ങിയെന്നും KM ബഷീർ ആരോപിച്ചു. രാത്രി 10 മണിക്ക് ശേഷം കരിപ്പൂർ എയർപോർട്ട് റോഡിലെ കടകൾ അടച്ചിടണമെന്ന് സുജിത് ദാസ് ഉത്തരവിറക്കിയത് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാനാണെന്നും ഇയാൾക്കെതിരെ നേരത്തെ താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അൻവറും ഉന്നയിച്ചത്. SP സുജിത് ദാസിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് അൻവർ ആരോപിച്ചു. നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം ഈ സ്വാധീനം ഉപയോഗിച്ചാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത്. സ്വർണം വരുമ്പോൾ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കണ്ടാലും അവരത് കണ്ടതായി നടിക്കില്ല. പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും. സുജിത് ദാസ് നിയോഗിച്ച പോലീസ് സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടും. പിടികൂടിയ സ്വർണത്തിന്റെ 60% പോലീസ് അടിച്ചു മാറ്റുമെന്നായിരുന്നു അൻവറിന്റെ ആരോപണം.